everyone. NCERT ബയോളജിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയ ഹ്യൂമൻ റീപ്രൊഡക്ഷന്റെ പാർട്ട് 2 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിനെ 7 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ആദ്യത്തെ പാർട്ടായ ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. സോ ഇനി നമുക്ക് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കാം. The female reproductive system. The female reproductive system is located at the pelvis region. So, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഫീമെയിൽസിന്റെ പെൽവിസ് റീജിയനിലാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം സ്ഥിതി ചെയ്യുന്നത്. സോ ഇവിടെ നമുക്കൊരു സെക്ഷണൽ വ്യൂ ഓഫ് ഫീമെയിൽ പെൽവിസ് ഷോയിങ് ദ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കാണാം. സോ ഇവിടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഡിഫറെന്റ് പാർട്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വഴിയെ വരുന്ന സ്ലൈഡ്സിൽ പഠിക്കാം. സോ ദ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ഓവറി, ആക്സറി ഡക്ട്സ്, എക്സ്റ്റേണൽ ജെനിറ്റേലിയ ആൻഡ് ദ മാമറി ഗ്ലാൻഡ്. മാമറി ഗ്ലാൻഡ് ആണ് ഫീമെയിൽ ആക്സറി ഗ്ലാൻഡ്. സോ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം is integrated structurally and functionally to support the processes of ovulation, fertilization, pregnancy, birth and child care. അതായത് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കി. സോ വിച്ച് ഇൻക്ലൂഡഡ് ഗാമീറ്റോജെനിസിസ്, ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, ഇംപ്ലാന്റേഷൻ, എംബ്രിയോജെനിസിസ്, ഗസ്റ്റേഷൻ പീരീഡ്, പാസ്ചുറേഷൻ, ലാക്ടേഷൻ തുടങ്ങിയവയാണ്. സോ ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇതിലെ ഓവുലേഷൻ, ഫെർട്ടിലൈസേഷൻ, പ്രഗ്നൻസി, ബേർത്ത്, ചൈൽഡ് കെയർ തുടങ്ങിയ സ്റ്റേജസിന് അനുയോജ്യമായ രീതിയിൽ സ്ട്രക്ചറലി ആൻഡ് ഫങ്ഷണലി അനുയോജ്യമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഡിഫറെന്റ് ഓർഗാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ആദ്യം നമുക്ക് ഓവറീസിൽ നിന്ന് തുടങ്ങാം. ഓവറീസ് ആർ ദ പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗാൻ. അതായത് നമ്മൾ മെയിൽസിൽ പഠിച്ചു ടെസ്റ്റിസ് ആയിരുന്നു അവിടെ പ്രൈമറി മെയിൽ സെക്സ് ഓർഗാൻ. അതായത് ടെസ്റ്റിസിൽ വെച്ചായിരുന്നു മെയിൽ ഗാമീറ്റ് ആയ സ്പേം ഉണ്ടാകുന്നത്. അവിടുത്തെ ഗാമിറ്റോജെനിസിസ് അതായത് സ്പെർമാറ്റോജെനിസിസ് നടക്കുന്നത് ടെസ്റ്റിസിൽ വെച്ചായിരുന്നു. അതേപോലെ തന്നെ ഫീമെയിൽസിൽ ഗാമിറ്റോജെനിസിസ് അതായത് oogenesis നടക്കുന്നത് ഓവറീസിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഓവറീസ് ആർ ദ പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗാൻ. ഇവിടെ നമുക്ക് ഒരു സെക്ഷണൽ വ്യൂ ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കാണാം. ഇവിടെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഓവറീസിനെ കാണാം. ഇനി ഈ പ്രൊഡക്ഷൻ ഓഫ് ഓവം മാത്രമല്ല, ഓവറീസിന്റെ മറ്റൊരു ഫംഗ്ഷൻ ആണ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫീമെയിൽ സെക്സ് ഹോർമോൺസ് സച്ച് ആസ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ഓവറിയുടെ സെക്ഷണൽ വ്യൂ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഓവം ഉണ്ടായി ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു പ്രോസസ് ആണ്. സോ അത് നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓവറീസിന്റെ ഫംഗ്ഷനിൽ ഹോർമോൺ പ്രൊഡക്ഷനും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. സോ ഓവറി ഉണ്ടാക്കുന്ന ആദ്യത്തെ ഹോർമോൺ ആണ് ഈസ്ട്രോജൻ. ഈസ്ട്രോജൻ ഈസ് ഇൻവോൾവ് ഇൻ ദി ഡെവലപ്മെന്റ് ഓഫ് ഫീമെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് പ്യൂബർട്ടിയുടെ സമയത്ത് ഗേൾസിൽ ഉണ്ടാകുന്ന സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക് ഡെവലപ്മെന്റിന് കാരണം ഈ ഈസ്ട്രോജന്റെ അളവാണ്. അതായത് ബ്രസ്റ്റ് ഡെവലപ്മെന്റ്, എൻഡോമെട്രിയം ഡെവലപ്മെന്റ്, മെൻസ്ട്രുവൽ സൈക്കിളിന്റെ റെഗുലേഷൻ തുടങ്ങിയവയിലൊക്കെ ഈ ഈസ്ട്രോജൻ ആണ് കാരണം. അതുപോലെ തന്നെ ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു കോഗ്നിറ്റീവ് ഹെൽത്ത്, ബോൺ ഹെൽത്ത്, ദ ഫങ്ഷൻ ഓഫ് ദ കാർഡിയോവാസ്കുലർ സിസ്റ്റം ആൻഡ് അതർ എസെൻഷ്യൽ ബോഡിലി പ്രോസസ്. ഈ സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക് ഡെവലപ്മെന്റ് മാത്രമല്ല, ഇതുപോലെ നമ്മുടെ ബോഡിയിൽ കുറെ പ്രോസസ്സിന് ഈസ്ട്രോജൻ വലിയൊരു റോൾ വഹിക്കുന്നുണ്ട്. ഇനി അടുത്ത ഓവറീസിൽ വെച്ച് ഉണ്ടാക്കപ്പെടുന്ന മറ്റൊരു ഹോർമോൺ ആണ് പ്രൊജസ്ട്രോൺ. പ്രൊജസ്ട്രോൺ ഉണ്ടാക്കുന്നത് ഈ ഇവിടെയുള്ള കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന മാസ് ഓഫ് സെൽസ് ആണ്. സോ ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ തിക്കനിങ് ദ ലൈനിങ് ഓഫ് ദ യൂട്രസ് ഈച്ച് മന്ത്. അതായത് മെൻസ്ട്രുവൽ സൈക്കിളിന്റെ സമയത്ത് എല്ലാ മാസത്തിലും യൂട്രസിന്റെ ഇന്നർ ലൈനിങ് ആയ എൻഡോമെട്രിയത്തിന്റെ തിക്കനിങ്ങിന് സഹായിക്കുന്നത് ഈ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ ആണ്.
അടുത്തതായി നമുക്ക് ഓവറീസിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാം. The ovaries are located one on each side of the lower abdomen. ലോവർ അബ്ഡോമിനിൽ രണ്ട് ഭാഗത്തും ഓരോന്ന് വീതം ഓവറീസിനെയാണ് കാണുന്നത്. അങ്ങനെ നമുക്ക് ഒരു പെയർ ഓഫ് ഓവറി ആണ് ഫീമെയിൽ ബോഡിയിൽ ഉണ്ടാകുന്നത്. Each ovary is about 2 to 4 centimeter in length and is connected to the pelvic wall and uterus by ligaments. അതായത് ഓരോ ഓവറിയും 2 മുതൽ 4 സെന്റിമീറ്റർ വരെ നീളം ഉണ്ടാകും ഓരോ ഓവറിക്കും. അതുപോലെ തന്നെ അത് യൂട്രസുമായിട്ടും പെൽവിക് വോളുമായിട്ടും ലിഗമെന്റ്സ് വെച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. Each ovary is covered by a thin epithelium which encloses the ovarian stroma. അതായത് ഓരോ ഓവറിയും ഒരു തിൻ എപ്പിത്തീലിയം കൊണ്ട് കവർ ചെയ്യപ്പെട്ടിരിക്കും. ഇനി ovarian stroma is divided into two zones, a peripheral cortex and an inner medulla. ഓവറിനെ നമ്മൾ രണ്ട് ലെയർ ആയിട്ട്, രണ്ട് സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു പെരിഫറൽ കോർട്ടെക്സും ഇന്നർ മെഡുല്ലയും. നമ്മൾ ഫീമെയിൽ പ്രൈമറി സെക്സ് ഓർഗാൻ ആയ ഓവറീസിനെ കുറിച്ച് പഠിച്ചു. അടുത്തതായി നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ആക്സറി ഡക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ആക്സറി ഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ കാണുന്ന ചെറിയ കുഴലുകളെയാണ് നമ്മൾ ആക്സറി ഡക്ട്സ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഓവിഡക്ട്സ് ഓർ ഫലോപ്പിയൻ ട്യൂബ്സ്. അതായത് ഇവിടെ നോക്കൂ, ഓവറിയിൽ നിന്ന് യൂട്രസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കുഴലുകളെയാണ് നമ്മൾ ഫലോപ്പിയൻ ട്യൂബ് എന്ന് വിളിക്കുന്നത്. രണ്ട് സൈഡിലും നമുക്ക് ഫലോപ്പിയൻ ട്യൂബ് കാണാം. ഈ ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതായത് ഓവമും സ്പേമും കൂടി ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്നത് ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചാണ്. അടുത്തത് യൂട്രസ്. യൂട്രസ് ഇസ് ദ മസ്കുലാർ ക്യാവിറ്റി അറ്റ് ദ സെന്റർ. ഈ നടുവിൽ കാണുന്ന മസ്കുലാർ ക്യാവിറ്റി ആണ് യൂട്രസ്. അടുത്തത് സെർവിക്സ്. സെർവിക്സ് ഇസ് ദ നാരോ പാസേജ് ഓഫ് ദ യൂട്രസ്. യൂട്രസിന്റെ താഴെ കാണുന്ന നാരോ പാസേജിനെയാണ് നമ്മൾ സെർവിക്സ് എന്ന് വിളിക്കുന്നത്. ഇനി അവസാനത്തെ ആക്സറി ഡക്റ്റ് ആണ് വജൈന. വജൈന ഈസ് ദ ഓപ്പണിംഗ് ഓഫ് ദ യൂട്രസ് ടു ദ ഔട്ട്സൈഡ്. യൂട്രസ് ഓപ്പൺസ് ഔട്ട് ത്രൂ ദ വജൈന. ഇറ്റ്സ് എ മസ്കുലർ ട്യൂബ്. സോ ഈ ഓരോ ആക്സറി ഡക്റ്റിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വരുന്ന സ്ലൈഡ്സിൽ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഓവിഡക്ട്സ് അഥവാ ഫലോപ്പിയൻ ട്യൂബ് എന്താണെന്ന് നോക്കാം, അല്ലെ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. സോ ഈച്ച് ഫലോപ്പിയൻ ട്യൂബ് ഈസ് അബൌട്ട് 10 to 12 centimeter long and extend from the ovary to the uterus. അതായത് ഈ ഓവറിയിൽ നിന്ന് യൂട്രസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഈ കുഴലിനെയാണ് നമ്മൾ ഫലോപ്പിയൻ ട്യൂബ് അഥവാ ഓവിഡക്റ്റ് എന്ന് വിളിക്കുന്നത്. രണ്ട് സൈഡിലും ഈ കുഴലുകളെ നമുക്ക് കാണാം. ആൻഡ് ഇതിന് 10 മുതൽ 12 സെന്റിമീറ്റർ വരെ നീളം ഉണ്ടാകും. ആൻഡ് it extends from the ovary to the uterus and it is of 10 to 12 centimeter length. ഓവറിയുടെ അടുത്ത് കാണുന്ന ഫണൽ ഷേപ്ഡ് പോർഷനെയാണ് നമ്മൾ ഇൻഫണ്ടിബുലം എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് പോലെ ഫലോപ്പിയൻ ട്യൂബിന് 4 പാർട്സ് ഉണ്ട്: ഫിംബ്രെ, ഇൻഫണ്ടിബുലം, ആംപുള ആൻഡ് ഇസ്ത്മസ്. സോ ഇവിടെ ഓവറിയുടെ അടുത്ത് കാണുന്ന ഫണൽ ഷേപ്ഡ് പോർഷനെയാണ് നമ്മൾ ഇൻഫണ്ടിബുലം എന്ന് വിളിക്കുന്നത്. The edges of the infundibulum possess finger-like projections called fimbrae, which help in the collection and transport of the ovum after ovulation. So ഈ funnel shaped cavity ആയ ഇൻഫണ്ടിബുലത്തിന്റെ അറ്റത്ത് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കാണാം ഓവറിയുടെ അടുത്തായിട്ട്. സോ ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെയാണ് നമ്മൾ ഫിംബ്രെ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ ഫിംബ്രെ ഓവറിയിൽ നിന്ന് ഓവുലേഷൻ കഴിഞ്ഞ് വരുന്ന ഓവത്തിനെ കളക്ട് ചെയ്ത് ഇങ്ങോട്ട് ഈ ഓവിഡക്റ്റിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും. The infundibulum leads to a wider part of the oviduct called ampulla. So infundibulum അപ്പോ ഫിംബ്രിയയിൽ നിന്ന് ഇൻഫണ്ടിബുലത്തിലെത്തി, ഇൻഫണ്ടിബുലം പിന്നീട് ഒരു വൈഡർ പാർട്ടിലേക്ക് ലീഡ് ചെയ്യും. ഈ വൈഡർ പാർട്ട് ഓഫ് ദ ഓവിഡക്റ്റിനെയാണ് നമ്മൾ ആംപുള എന്ന് വിളിക്കുന്നത്. The last part of the oviduct, isthmus, has a narrow lumen
and it joins the uterus. So ഈ wide പാർട്ടായ ആംപുള്ള കഴിഞ്ഞ് ഒരു നാരോ റീജിയനിലോട്ട് പോകും. ഈ നാരോ റീജിയനെയാണ് നമ്മൾ ഇസ്തുമസ് എന്ന് വിളിക്കുന്നത്. ഈ ഇസ്തുമസ് പിന്നീട് യൂട്രസുമായിട്ട് ജോയിൻ ചെയ്യും. സോ ഓവറിയിൽ ഉണ്ടാകുന്ന എഗ് എങ്ങനെയാണ് ഫലോപ്പിയൻ ട്യൂബിലേക്കും അവിടെ നിന്ന് യൂട്രസിലേക്കും എത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ആദ്യം ഓവറിയിൽ നിന്ന് ഓവുലേഷൻ കഴിഞ്ഞ് എഗ് ഉണ്ടാകുന്നു. ഈ എഗ്ഗിനെ ഫിംബ്രെ കളക്ട് ചെയ്ത് അതിനെ ഇൻഫണ്ടിബുലത്തിലേക്ക് എത്തിക്കുന്നു. ഇൻഫണ്ടിബുലം അതായത് അവിടെയുള്ള ഒരു ക്യാവിറ്റി ആയിരുന്നു. ഇൻഫണ്ടിബുലം അത് ഒരു വൈഡർ റീജിയൻ ആയ ആംപുള്ളയിലേക്ക് എത്തിക്കുന്നു. ആംപുള്ളയിൽ നിന്ന് പിന്നീട് അത് നാരോ റീജിയൻ ആയ ഇസ്തുമസിൽ എത്തുന്നു. ഇസ്തുമസ് ഈ ഫലോപ്പിയൻ ട്യൂബിന്റെ ഈ ഭാഗത്ത് വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. സോ ഇങ്ങനെ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞ് ഇസ്തുമസിൽ നിന്ന് ഈ സൈഗോട്ട് ആവുകയും ഈ സൈഗോട്ട് യൂട്രസിലേക്ക് എത്തുകയും ചെയ്യുന്നു. സോ ഇവിടെ ഈ ഫിംബ്രെ മുതൽ ഇസ്തുമസ് വരെയുള്ള പോർഷനെയാണ് നമ്മൾ ഫലോപ്പിയൻ ട്യൂബ് എന്ന് വിളിക്കുന്നത്. ഫലോപ്പിയൻ ട്യൂബ് ക്യാരീസ് എഗ് ഫ്രം ഓവറി ടു ദി യൂട്രസ് ആൻഡ് ഫലോപ്പിയൻ ട്യൂബിൽ വെച്ച് തന്നെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അടുത്തതായി നമുക്ക് മറ്റൊരു ആക്സറി ഡക്റ്റ് ആയ യൂട്രസിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ ഈ റെക്ടാങ്കുലർ ബോക്സിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ യൂട്രസ് എന്ന് വിളിക്കുന്നത്. ചിത്രത്തിൽ കാണുന്ന പോലെ ഇറ്റ് ഈസ് എ ഹോളോ മസ്കുലാർ ക്യാവിറ്റി. സോ ആൻഡ് യൂട്രസ് ഈസ് ഓൾസോ കോൾഡ് womb and the shape is like an inverted pear. സോ ഇവിടെ നോക്കൂ, ഒരു ഇൻവേർട്ടഡ് പിയറിന്റെ ഷേപ്പിൽ തന്നെയാണ് യൂട്രസിന്റെ ഷേപ്പ്. ആൻഡ് ഇറ്റ് ഇസ് എ ഹോളോ മസ്കുലർ സ്ട്രക്ചർ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. And it is supported by ligaments attached to the pelvic wall. അതായത് പെൽവിക് വോളിനോട് ലിഗമെന്റ്സ് വെച്ചാണ് യൂട്രസിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ പെൽവിക് വോളുമായിട്ടുള്ള ലിഗമെന്റ് അറ്റാച്ച്മെന്റ്സ് ആണ്. അടുത്തതായി നമുക്ക് യൂട്രസിന്റെ ഡിഫറെന്റ് പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ആദ്യം തന്നെ യൂട്രൈൻ ഫണ്ടസ്. സോ ഇവിടെ കാണുന്ന പോലെ യൂട്രസിന്റെ മുകൾ ഭാഗം, ഈ ബൾജ്ഡ് ഭാഗത്തിനെയാണ് യൂട്രൈൻ ഫണ്ടസ് എന്ന് വിളിക്കുന്നത്. സോ അത് കഴിഞ്ഞു വരുന്നതാണ് യൂട്രൈൻ ക്യാവിറ്റി. സോ ഇറ്റ് ഈസ് വേർ ദി ഫീറ്റസ് ഡെവലപ്സ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ഹോളോ മസ്കുലാർ ക്യാവിറ്റി ആണ് യൂട്രൈൻ ക്യാവിറ്റി. ഇവിടെ വെച്ചാണ് ഫീറ്റസ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ അത് കഴിഞ്ഞു വരുന്ന ഭാഗമാണ് സെർവിക്സ്. So cervix is the narrow passage of the uterus. യൂട്രസ് കഴിഞ്ഞു വരുന്ന നാരോ പാസേജ് ആണ് സെർവിക്സ്. സെർവിക്സിന്റെ താഴെ വരുന്ന കനാലിനെയാണ് നമ്മൾ സെർവിക്കൽ കനാൽ എന്ന് വിളിക്കുന്നത്. ആൻഡ് സെർവിക്കൽ കനാൽ ഓപ്പൺസ് ടു ദ വജൈന. So uterus opens out to the vagina through the cervical canal. ഇനി നമുക്ക് യൂട്രസിന്റെ വോളിന്റെ പ്രത്യേകതകൾ നോക്കാം. സോ ഇവിടെ കാണുന്നത് പോലെ യൂട്രൈൻ wall has 3 layers: the outermost perimetrium, the middle myometrium and the innermost endometrium. So the 3 tissue layers are the external thin membranous perimetrium. So ഏറ്റവും പുറത്ത് കാണുന്ന perimetrium is very thin and membranous. So and അത് കഴിഞ്ഞ് നടുവിൽ വരുന്ന പോർഷൻ ആണ് മയോമെട്രിയം. The middle thick layer of smooth muscle called myometrium. ഈ മയോമെട്രിയം ഉണ്ടാക്കിയിരിക്കുന്നത് സ്മൂത്ത് മസിൽ കൊണ്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി തിക്ക്. സോ അത് കഴിഞ്ഞ് വരുന്ന ലെയർ ആണ് എൻഡോമെട്രിയം. ഇറ്റ് ഈസ് ദി ഇന്നർമോസ്റ്റ് ലെയർ. The inner glandular layer called endometrium that lines the uterine cavity. ഈ എൻഡോമെട്രിയം ആണ് യൂട്രൈൻ ക്യാവിറ്റിയെ ലൈൻ ചെയ്യുന്നത്. സോ ഇനി നമുക്ക് ഈ മയോമെട്രിയത്തിന്റെയും എൻഡോമെട്രിയത്തിന്റെയും ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. The endometrium undergoes cyclical changes during menstrual cycle. സോ നമ്മൾ പറഞ്ഞു യൂട്രൈൻ ക്യാവിറ്റിയെ ലൈൻ ചെയ്യുന്നത് എൻഡോമെട്രിയം ആണ്. സോ മെൻസ്ട്രൽ സൈക്കിളിന്റെ സമയത്ത് ഈ എൻഡോമെട്രിയം സൈക്ലിക്കൽ ചേഞ്ചസ് അണ്ടർഗോ ചെയ്യുന്നുണ്ട്. സോ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ, അതായത് ഓരോ ഫെർട്ടിലൈസേഷന് വേണ്ടിയും നമ്മുടെ യൂട്രസിനെ റെഡി ആക്കുന്നത് എൻഡോമെട്രിയം ആണ്. എൻഡോമെട്രിയം തിക്കൻ ചെയ്ത്
നല്ല ഒരു സോഫ്റ്റ് ബെഡ് ഒരുക്കുന്നു നമ്മുടെ ഈ വളരാൻ പോകുന്ന ഫീറ്റസിന് വേണ്ടി. പക്ഷെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ ഈ എൻഡോമെട്രിയം ഡിസിൻറ്റഗ്രേറ്റ്സ്, അതായത് അത് ഇളകി വജൈനയിലൂടെ പുറത്തേക്ക് പോവുകയും ഈ പ്രോസസ്സിനെ നമ്മൾ മെൻസ്ട്രേഷൻ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. So that is the endometrium undergoes cyclical changes during menstrual cycle. So in the absence of fertilization, it is sloughed off. So അത് കഴിഞ്ഞ് നമ്മൾ മയോമെട്രിയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. The myometrium exhibits strong contraction during delivery of the baby. So നമ്മൾ പറഞ്ഞു മയോമെട്രിയം ഉണ്ടാക്കിയിരിക്കുന്നത് സ്മൂത്ത് മസിൽ കൊണ്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഡെലിവറിയുടെ സമയത്ത് ഇവിടെ കോൺട്രാക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് മയോമെട്രിയം ലെയർ ആണ്. അടുത്തതായി നമുക്ക് മറ്റൊരു ആക്സറി ഡക്റ്റ് ആയ വജൈനയെ കുറിച്ച് പഠിക്കാം. So vagina is a muscular canal that opens to the outside. So ഇവിടെ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗമാണ് വജൈന. So it is the outermost region and it is the opening of the female reproductive system to the outside. So ഇവിടെ കാണുന്ന പോലെ cervical canal plus vagina forms the birth canal. So ഇത് രണ്ടും കൂടി ഫോം ചെയ്യുന്ന ഈ ബേർത്ത് കനാലിലൂടെയാണ് പാർശ്വറീഷന്റെ സമയത്ത് ബേബി പുറത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഫീമെയിൽ സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് മെയിൽ സ്പേംസിനെ ഇജാക്കുലേറ്റ് ചെയ്യുന്നത് ഫീമെയിൽ വജൈനയിലേക്കാണ്. അടുത്തതായി നമുക്ക് ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റേലിയ കുറിച്ച് പഠിക്കാം. സോ ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റേലിയയുടെ ഡിഫറെന്റ് പാർട്സ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സോ NCERT-യിൽ കൊടുത്തിരിക്കുന്ന ഇമേജിനെക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഇമേജ് ആണ് നല്ലത്. സോ ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റേലിയയുടെ ആദ്യത്തെ ഭാഗമാണ് മോൺസ് പ്യൂബിസ്. ഇറ്റ് ഈസ് എ cushion of fatty tissue covered by skin and pubic hair. സോ ഈ ചിത്രത്തിൽ നമുക്ക് നോക്കാം, ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഒരു cushion of fatty tissue, അതായത് സ്കിന്നും പ്യൂബിക് ഹെയറും ഉള്ള ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ മോൺസ് പ്യൂബിസ് എന്ന് പറയുന്നത്. അടുത്ത ഭാഗമാണ് ലേബിയ മേജറ. ഇറ്റ്സ് എ ഫ്ലഷി ഫോൾഡ് ഓഫ് ടിഷ്യൂ which extend down from the mons pubis and surrounds the vaginal opening. അതായത് ലേബിയ മേജോറ ഒരു ഫ്ലഷി ഫോൾഡ് ഓഫ് ടിഷ്യൂ ആണ് ആൻഡ് ഈ മോൺസ് പ്യൂബിസിന്റെ താഴെയാണ് ലേബിയ മേജോറ കാണുന്നത് ആൻഡ് അത് വജൈനൽ ഓപ്പണിങ്ങിനെ സറൗണ്ട് ചെയ്തിട്ടാണ് കാണുക. സോ മോൺസ് പ്യൂബിസിന്റെ താഴെയുള്ള ഫ്ലഷി ഫോൾഡ്സ് ഓഫ് ടിഷ്യൂ which covers the vaginal opening ആണ് ലേബിയ മേജോറ. ഇനി അടുത്തതാണ് ലേബിയ മൈനോറ. ഇറ്റ് ഈസ് പെയർഡ് ഫോൾഡ്സ് ഓഫ് ടിഷ്യൂ അണ്ടർ ദ ലേബിയ മേജോറ. ലേബിയ മേജോറയുടെ താഴെ കാണുന്ന പെയർ ആയിട്ടുള്ള മടക്കുകൾ ഫോൾഡ്സ് ഓഫ് ടിഷ്യൂ ആണ് ലേബിയ മൈനോറ. അടുത്ത ഭാഗമാണ് ഹൈമൻ. ഹൈമൻ ഈസ് എ മെംബ്രെയിൻ ദാറ്റ് പാർഷ്യലി കവേഴ്സ് വജൈനൽ ഓപ്പണിംഗ്. സോ ഇവിടെ കാണുന്ന വജൈനൽ ഓപ്പണിങ്ങിനെ പാർഷ്യലി കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിനസ് സ്ട്രക്ചർ, ഒരു മെംബ്രെയിൻ ആണ് ഹൈമൻ. പിന്നീട് വരുന്ന ഭാഗമാണ് ക്ലിറ്റോറിസ്. ഇറ്റ്സ് എ ടൈനി ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ which lies at the upper junction of the two labia minora above the urethral opening. So ക്ലിറ്റോറിസ് എന്ന് പറഞ്ഞാൽ ഒരു ടൈനി ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ആണ് ആൻഡ് അത് ഈ നമ്മൾ പറഞ്ഞു ലേബിയ മൈനോറ, അതായത് ലേബിയ മേജോറയുടെ താഴെ കാണുന്ന മടക്കുകളായിട്ടുള്ള ടിഷ്യൂ ആണ് ലേബിയ മൈനോറ. ഈ ലേബിയ മൈനോറയുടെ അപ്പർ ജംഗ്ഷനിൽ കാണുന്ന ഒരു ടൈനി ഫിംഗർ ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ ക്ലിറ്റോറിസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ക്ലിറ്റോറിസ് യുറേത്രൽ ഓപ്പണിങ്ങിന്റെ മുകളിലായിട്ടാണ് കാണുക. സോ ഇവിടെ നമുക്ക് യുറേത്രൽ ഓപ്പണിങ് കാണാം, അതിന്റെ മുകളിലായിട്ട് ഈ ലേബിയ മൈനോറയുടെ അപ്പർ ജംഗ്ഷനിൽ നമുക്ക് ക്ലിറ്റോറിസ് കാണാം. സോ ഇനി ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ there are some misconceptions regarding hymen that it is considered as a physical marker for virginity. സോ നമ്മുടെ സൊസൈറ്റിയിൽ ചില ഭാഗങ്ങളിൽ ഈ ഹൈമനെ ഒരു
വെർജിനിറ്റിയുടെ മാർക്കർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ അത് ഒരു തീർത്തും ഒരു മിസ്കൺസെപ്ഷൻ ആണ്. സോ അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. സോ ഹൈമൻ ഓഫൻ ബ്രേക്സ് ഡ്യൂറിങ് ദ ഫസ്റ്റ് കോയിറ്റസ്. ആദ്യത്തെ സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് സാധാരണ ഹൈമൻ ബ്രേക്ക് ചെയ്യപ്പെടാം. പക്ഷെങ്കിൽ അപ്പം മാത്രമല്ല, സ്പോർട്സ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുമ്പോഴോ സൈക്ലിങ്ങിന്റെ സമയത്തോ ഹോഴ്സ് റൈഡിങ്ങിന്റെ സമയത്തോ അല്ലെങ്കിൽ ഒരു സഡൻ ഫോൾ ഉണ്ടാകുമ്പോഴോ ഒക്കെ ഹൈമൻ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈവൻ കോയിറ്റസ് കഴിഞ്ഞ സ്ത്രീകളിൽ ഹൈമൻ പെർസിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഹൈമനെ ഒരു റിലയബിൾ മാർക്കർ ഫോർ വെർജിനിറ്റി എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. സോ in fact, the presence or absence of hymen is not a reliable indicator of virginity or sexual experience. അടുത്തതായി നമുക്ക് ഫീമെയിൽ ആക്സസറി ഗ്ലാൻഡ് ആയ മാമറി ഗ്ലാൻഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. So, a functional mammary gland is a characteristic of all female mammals. നമുക്കറിയാം മാമൽസ് എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ തന്നെ വന്നത് ദ പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻഡ് എന്നുള്ളൊരു ഫീച്ചർ കാരണമാണ്. സോ ഇവിടെ ഇതിൽ ഫങ്ഷണൽ ആയിട്ടുള്ള മാമറി ഗ്ലാൻഡ്സ് ഉണ്ടാവുന്നത് ഫീമെയിൽ മാമൽസിനാണ്. ആൻഡ് ദ മാമറി ഗ്ലാൻഡ്സ് ആർ പെയർഡ് സ്ട്രക്ചേഴ്സ് ഓർ ബ്രസ്റ്റ് എന്നും മാമറി ഗ്ലാൻഡ്സിനെ നമ്മൾ വിളിക്കും. that contain glandular tissue and variable amount of fat. So ഇവിടെ നമുക്ക് ഒരു mammary glandന്റെ diagram കാണാം. So ഈ mammary glands are paired നമുക്കറിയാം. And it contain glandular tissue and variable amount of fat. The glandular tissue of each breast is divided into 15 to 20 mammary lobes containing clusters of cells called alveoli. സോ നമുക്ക് ഇനി ഈ മാമറി ഗ്ലാൻഡിന്റെ ഡിഫറെന്റ് ഡിവിഷൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. സോ ഇവിടെ പറയുന്നത് ഓരോ ബ്രസ്റ്റിന്റെയും ഗ്ലാൻഡുലാർ ടിഷ്യൂവിനെ 15 മുതൽ 20 വരെയുള്ള മാമറി ലോബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ മാമറി ലോബ്സിനകത്തുള്ള സെൽസിനെയാണ് നമ്മൾ ആൽവിയോളി സെൽസ് എന്ന് വിളിക്കുന്നത്. മാമറി ലോബ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നു. The cells of alveoli secrete milk which is stored in the cavities or lumens of alveoli. So ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ മാമറി ലോബ്സിനകത്ത് കാണുന്ന ആൽവിയോളി സെൽസ് ആണ് മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇങ്ങനെ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന മിൽക്കിനെ ഈ ആൽവിയോളി സെൽസിന്റെ ലൂമൻസിൽ സ്റ്റോർ ചെയ്യുന്നു. ആൻഡ് ദിസ് ആൽവിയോളി ഓപ്പൺ into mammary tubules. The tubules of each lobe join to form a mammary duct. So ഇങ്ങനെ ആൽവിയോളി സെൽസിൽ നിന്ന് ഉണ്ടാകുന്ന മിൽക്ക് ആൽവിയോളി മാമറി ട്യൂബ്യൂൾസിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ആൻഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന മാമറി ട്യൂബ്യൂൾസ് കുറെ ആൽവിയോളിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്ന മാമറി ട്യൂബ്യൂൾസ് കൂടി കണക്ട് ചെയ്ത് മാമറി ഡക്റ്റ് ആയി മാറുന്നു. അതായത് ഓരോ ലോബിൽ നിന്നും വരുന്ന ട്യൂബ്യൂൾസ് കൂടി കണക്ട് ചെയ്ത് ജോയിൻ ചെയ്ത് ഒരു വലിയ മാമറി ഡക്റ്റ് ആയിട്ട് മാറുന്നു. Several mammary ducts join to form a wider mammary ampulla which is connected to lactiferous duct through which milk is sucked out. So അതായത് ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ മാമറി ഡക്ട്സ് ജോയിൻ ചെയ്ത് ഒരു വൈഡർ ആയിട്ടുള്ള മാമറി ആംപ്യുള ഫോം ചെയ്യുന്നു. ആൻഡ് ഇങ്ങനെയുള്ള കുറെ ആംപ്യുളാസ് കണക്ട് ചെയ്യപ്പെടുന്ന റീജിയനെയാണ് നമ്മൾ ലാക്ടിഫറസ് ഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ ലാക്ടിഫറസ് ഡക്റ്റിലൂടെയാണ് മിൽക്ക് സക്ക് ഔട്ട് ചെയ്യുന്നത്. സോ ഈ ലാക്ടിഫറസ് ഡക്റ്റുള്ള ഈ റീജിയനെയാണ് നമ്മൾ നിപ്പിൾ എന്ന് വിളിക്കുന്നത്. ആ നിപ്പിളിന് ചുറ്റുമുള്ള ഡാർക്ക് റീജിയനെ നമ്മൾ ഏരിയോള എന്ന് വിളിക്കും. സോ ഇപ്പൊ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും പഠിച്ചു കഴിഞ്ഞു. സോ അടുത്തതായി നമുക്ക് ഗാമറ്റോജെനിസിസും മെൻസ്ട്രൽ സൈക്കിളും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അത് നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇപ്പോ
എടുത്ത പോർഷനിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. സോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.